ഹലോ ഫ്രണ്ട്സ്, ദി അക്ബർ ടോക്സിലേക്ക് സ്വാഗതം. ഗവേഷകരെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പ്രകൃതി ചില ജീവികൾക്ക് സൂപ്പർ പവേഴ്സ് നൽകി സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ജീവികൾ ശരീരവൽപ്പത്തിൽ ചെറുതാണെങ്കിലും വലിയ മൃഗങ്ങളെപ്പോലും അടിച്ചു ഓടിക്കുന്ന അളവിന് ശക്തിയുള്ളവയാണ്. അങ്ങനെയുള്ള ചില ജീവികളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ദി അക്ബർ ടോക്സ് ചാനലിലേക്ക് നിങ്ങൾ പുതിയ ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പാങ്കോളിൻ. പാങ്കോളിനുകളെ മലയാളത്തിൽ ഈനാമ്പേച്ചി എന്നാണ് വിളിക്കുന്നത്. തനിക്ക് എന്തെങ്കിലും അപകടമുണ്ടെന്ന് തോന്നുമ്പോൾ ഈ ജീവി വേഗത്തിൽ തൻ്റെ ശരീരം ചുരുട്ടി ഒരു പന്ത് പോലെയാക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ യാതൊരു മൃഗത്തിനും ഇതിനെ ഉപദ്രവിക്കാൻ കഴിയില്ല. സിംഹങ്ങൾ പോലും ഇതിനെ വേട്ടയാടാൻ ശ്രമിക്കുകയും പലതവണ ആ ശ്രമം പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ശരീരത്തിലുള്ള വലിയ ശൽക്കങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കവചം. നമ്മുടെ തലമുടി എങ്ങനെയാണോ കെരാറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നത്, അതേ കെരാറ്റിൻ കൊണ്ടാണ് ശൽക്കങ്ങളും ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ തലയിൽ മുടിയുടെ രൂപത്തിലുള്ള കെരാറ്റിൻ ഇതിൻ്റെ ശരീരം മുഴുവൻ ശൽക്കങ്ങളായി കവചം പോലെ കാണപ്പെടുന്നു. ക്ഷീരപാദങ്ങളിൽ ശൽക്കങ്ങളുള്ള ഏക ജീവി ഇതാണ്. ഇത് പ്രധാനമായും രാത്രികാലങ്ങളിൽ ഇര തേടുന്ന ഒരു മൃഗമാണ്. ഉറുമ്പ്, ചിതൽ, മറ്റു ചെറുപ്രാണികൾ എന്നിവയാണ് ഇത് ആഹാരമാക്കുന്നത്. ആരോടും പ്രശ്നത്തിന് പോകാത്ത ശാന്തനായ ഈ മൃഗം രൂപത്തിൽ ചെറുതായതുകൊണ്ട് വലിയ മൃഗങ്ങൾ ഇതിനെ തിന്നാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പ്രകൃതി നൽകിയ സൂപ്പർ പവർ ഉപയോഗിച്ച് വലിയ മൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് പോലും ഇത് എളുപ്പത്തിൽ രക്ഷപ്പെടുന്നു. സ്കങ്ക്. കാണാൻ വളരെ സാധാരണക്കാരനായി തോന്നുന്ന ഈ മൃഗത്തിന് വലിയ മൃഗങ്ങളെപ്പോലും ഓടിച്ചു കളയാൻ തക്ക സൂപ്പർ പവറാണ് പ്രകൃതി നൽകിയിരിക്കുന്നത്. ഈ മൃഗത്തിന്റെ പേര് സ്കങ്ക് എന്നാണ്. ഇതിന്റെ പിൻഭാഗത്ത് ആസനദ്വാരത്തിന് തൊട്ടടുത്തായി ഒരു ഗ്രന്ഥിയുണ്ട്. ഏതെങ്കിലും ഇരപ്പിടിയൻ മൃഗം ഇതിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ഗ്രന്ഥിയിലൂടെ ദുർഗന്ധം വമിക്കുന്ന ഒരു ദ്രാവകം അത് ഇരപ്പിടിയന്റെ മുഖത്തേക്ക് തന്നെ ചീറ്റിയടിക്കുന്നു. ഈ ദ്രാവകത്തിന്റെ ദുർഗന്ധം വളരെ മോശമായതുകൊണ്ട് എത്ര ഭയാനകമായ ഇരപ്പിടിയൻ മൃഗമാണെങ്കിലും ആ സ്ഥലം വിട്ട് തലയും കുത്തി ഓടിപ്പോകും. കടുത്ത വിഷപ്പുള്ള ചില മൃഗങ്ങൾ മാത്രമാണ് ഈ ദുർഗന്ധവും സഹിച്ചുകൊണ്ട് ഇതിനെ കൊന്നു തിന്നുന്നത്. ഇതിന്റെ അടുത്തേക്ക് പോയതുകൊണ്ട് മാത്രം ഇത് ആക്രമിക്കണമെന്നില്ല. ഒരു മൃഗം തൻ്റെ അടുത്തേക്ക് വരുമ്പോൾ താക്കീത് നൽകാനായി തൻ്റെ പിൻഭാഗം ആ മൃഗത്തിന്റെ മുഖത്തിന് നേരെ തിരിച്ചു വെക്കുന്നു. ആ താക്കീതും അവഗണിച്ച് ഏതെങ്കിലും മൃഗം കൂടുതൽ അടുത്തേക്ക് വരുമ്പോൾ മാത്രമാണ് ഇത് തൻ്റെ സൂപ്പർ പവർ ഉപയോഗിക്കുന്നത്. കാരണം ഒരു തവണ ആ ദ്രാവകം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും അത് ശരീരത്തിൽ ഊറി വരാൻ കുറച്ച് സമയമെടുക്കും എന്നതിനാൽ വളരെ ശ്രദ്ധയോടെ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത്. ഈ ദ്രാവകം നമ്മുടെ കണ്ണുകളിൽ വീണാൽ മണിക്കൂറുകളോളം കടുത്ത എരിച്ചിലും വേദനയും ഉണ്ടാകാൻ സാധിക്കുന്നതാണ്. ഈ സ്കങ്കുകളെ അമേരിക്ക, കാനഡ എന്നീ രാജ്യങ്ങളിലെ കാടുകളിലാണ് കൂടുതലായും കാണാൻ സാധിക്കുന്നത്. ബോംബാർഡിയൽ ബീറ്റിൽ. ബോംബാർഡിയൽ ബീറ്റിൽ വണ്ട് വർഗത്തിൽപ്പെട്ട ഒരു ചെറിയ പ്രാണിയാണ്. എന്നാൽ ഈ പ്രാണിയെ ഏതെങ്കിലും മൃഗങ്ങൾ ആക്രമിക്കാൻ തുനിഞ്ഞാൽ ഇത് തൻ്റെ അടിവയറ്റിൽ നിന്ന് ഒരു രാസദ്രാവകം അതിവേഗത്തിൽ പുറത്തേക്ക് ചീറ്റുന്നു. ഇതിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഈ രാസദ്രാവകം തൽക്ഷണം 100 ഡിഗ്രി സെൽഷ്യസ് താപനിലയിലേക്ക് ഉയരുകയും ശത്രുക്കളുടെ ശരീരത്തിൽ പതിക്കുമ്പോൾ അവയെ തളർത്തുകയും ചെയ്യുന്നു. ചില സമയങ്ങളിൽ അവ ചത്തുപോവുകയും ചെയ്യും. ഇതിന്റെ അടിവയറ്റിൽ 2 ഗ്രന്ഥികളുണ്ട്. ഈ 2 ഗ്രന്ഥികളിലും വ്യത്യസ്ത തരത്തിലുള്ള രാസദ്രാവകമാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ 2 ദ്രാവകങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു രാസപ്രവർത്തനം നടന്ന് ഉയർന്ന താപനില ഉണ്ടാകുന്നു. ഇതുകൊണ്ടാണ് ഈ ദ്രാവകം ശരീരത്തിനുള്ളിലിരിക്കുമ്പോൾ സുരക്ഷിതവും പുറത്തു വരുമ്പോൾ അപകടകരമായ ഒരു ആയുധവുമായി മാറുന്നത്. വലിയ പ്രാണികൾ മുതൽ തവളകൾ, പക്ഷികൾ എന്നിവയെ വരെ നേരിടാൻ ഈ പ്രാണിക്ക് കഴിയും. അതുമാത്രമല്ല, എത്ര തവണ വേണമെങ്കിലും ഈ ദ്രാവകം ഉപയോഗിക്കാൻ ഇതിന് സാധിക്കും. ഫോൾസ് കോബ്ര. പത്തി വിടർത്തി ആടാൻ കഴിയുന്ന പാമ്പുകളെയാണ് നമ്മൾ കോബ്ര അല്ലെങ്കിൽ മൂർഖൻ പാമ്പ് എന്ന് വിളിക്കുന്നത്. പൊതുവെ ഈ ഇനം പാമ്പുകൾ കഠിനമായ വിഷമുള്ളവയായിരിക്കും. ഉദാഹരണത്തിന് മൂർഖൻ, രാജവെമ്പാല തുടങ്ങിയവ. എന്നാൽ വിഷമൊന്നുമില്ലാതെ മൂർഖനെ പോലെ പത്തി വിടർത്തി ആടി മറ്റു ജീവികളെ പറ്റിക്കുന്ന പാമ്പാണ് ഫോൾസ് കോബ്ര. ഇത് മനുഷ്യരെയോ മറ്റു വേട്ടമൃഗങ്ങളെയോ കാണുമ്പോൾ വിഷമുള്ള മൂർഖൻ പാമ്പിനെ പോലെ തന്നെ തലയുയർത്തി പത്തി വിടർത്തുന്നു. ഇത് കാണുന്ന മനുഷ്യരും മൃഗങ്ങളും ഇത് വിഷപ്പാമ്പാണെന്ന് കരുതി ഭയന്ന് ദൂരേക്ക് മാറിപ്പോകും.
എങ്കിലും ഇതിന് തീർത്തും വിഷമില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിഷത്തിന് മനുഷ്യരെയോ വലിയ മൃഗങ്ങളെയോ കൊല്ലാനുള്ള വീര്യം ഉണ്ടാകില്ല. ഈ പാമ്പിന്റെ പ്രധാന പ്രതിരോധ തന്ത്രം വിഷപ്പാമ്പിനെ പോലെ അഭിനയിക്കുക എന്നതാണ്. ഈ പാമ്പ് 6 അടി നീളം വരെ വളരും. ആഫ്രിക്ക, ഏഷ്യൻ ഭൂഖണ്ഡങ്ങളിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ കാണാൻ സാധിക്കും. എക്സ്പ്ലോഡിംഗ് ആൻറ്റ്സ്. ഈ ഉറുമ്പുകളെ എക്സ്പ്ലോഡിംഗ് ആൻറ്റ്സ് അഥവാ പൊട്ടിത്തെറിക്കുന്ന ഉറുമ്പുകൾ എന്ന് വിളിക്കുന്നു. പേരനർത്ഥമാക്കുന്നത് പോലെ സ്വയം പൊട്ടിത്തെറിക്കാൻ ഈ ഉറുമ്പുകൾക്ക് കഴിയും. ഈ ഉറുമ്പുകളുടെ ശത്രുക്കൾ ചിതലുകളും മറ്റു ഉറുമ്പുകളുമാണ്. പൊതുവെ ലക്ഷക്കണക്കിന് ഉറുമ്പുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു കോളനിയായാണ് ജീവിക്കുന്നത്. ഇങ്ങനെ ജീവിക്കുമ്പോൾ മറ്റു ഉറുമ്പുകളും ചിതലുകളും ഈ കോളനിയിലേക്ക് നേരെ ആക്രമണം നടത്തുന്നു. ഈ ആക്രമണങ്ങളിൽ നിന്ന് തങ്ങളെ രക്ഷിക്കാൻ ഈ ഉറുമ്പുകൾ തങ്ങളുടെ സൂപ്പർ പവർ ഉപയോഗിക്കുന്നു. ശത്രുക്കൾ അടുത്തെത്തുമ്പോൾ ഈ ഉറുമ്പുകൾ തങ്ങളുടെ വയറ് നന്നായി ചുരുക്കാൻ തുടങ്ങും. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദം കാരണം വയറ് പൊട്ടിത്തെറിച്ച് ഉള്ളിൽ നിന്ന് ഒട്ടുന്ന സ്വഭാവമുള്ള ഒരു ദ്രാവകം ശത്രുക്കളുടെ മേൽ പതിക്കുന്നു. ഈ ദ്രാവകത്തിന് നല്ല പശപ്പുള്ളതിനാൽ ശത്രുക്കൾക്ക് അനങ്ങാൻ കഴിയാതെ ഒരിടത്ത് കുടുങ്ങി കുറഞ്ഞ സമയത്തിനുള്ളിൽ ചത്തുപോകും. അതേസമയം വയർ പൊട്ടിത്തെറിച്ച ഉറുമ്പുകളും ചത്തുപോകും. തങ്ങളുടെ കോളനിയുടെ സുരക്ഷയ്ക്കായി ഈ ഉറുമ്പുകൾ തങ്ങളുടെ ജീവൻ ഒരു മടിയും കൂടാതെ ത്യജിക്കുന്നു. വിനിഗറോൺ. വിനിഗറോൺ എന്നത് മുൻഭാഗം തേളിനെ പോലെയും പിൻഭാഗം സാധാരണ വണ്ടിനെ പോലെയും ഇരിക്കുന്ന വിചിത്രമായ ഒരു ജീവിയാണ്. ഇതിനെ വിപ്പ് സ്കോർപിയോൺ എന്നും വിളിക്കാറുണ്ട്. ഇതിനെ തേളെന്ന് വിളിക്കുമെങ്കിലും തേളിനെ പോലെ കത്രിക പോലുള്ള കൈകളുണ്ടെങ്കിലും ഇതിന് വിഷമുള്ള കൊമ്പുകളോ വിഷമോ ഇല്ല. ചിലർ ഇതിനെ വളർത്തുമൃഗമായി വരെ സൂക്ഷിക്കാറുണ്ട്. ഇതിന് വിഷമില്ലെങ്കിലും ശത്രുക്കളിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ പ്രകൃതി ഇതിന് വ്യത്യസ്തമായ ഒരു പ്രതിരോധ സംവിധാനം നൽകിയിട്ടുണ്ട്. ആരെങ്കിലും തന്നെ ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നിയാൽ ഇത് ശത്രുവിന്റെ കണ്ണുകളെ ലക്ഷ്യമാക്കി ഒരു രാസദ്രാവകം സ്പ്രേ ചെയ്യുന്നു. ഇതിന്റെ വാലിന്റെ ഭാഗത്തു നിന്ന് വളരെ വേഗത്തിൽ പുറത്തു വരുന്ന ഈ ദ്രാവകം ആസിഡ് പോലെ പ്രവർത്തിച്ച് ശത്രുവിന് കഠിനമായ കണ്ണുപുകച്ചിലുണ്ടാക്കുന്നു. ഈ ദ്രാവകത്തിന്റെ മണവും അത്ര നല്ലതായിരിക്കില്ല. ഇതു കാരണം ആക്രമിക്കാൻ വരുന്ന മൃഗങ്ങൾ ആ സ്ഥലം വിട്ട് ഓടിപ്പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് കേൾക്കുമ്പോൾ വളരെ അപകടകാരിയാണെന്ന് തോന്നാമെങ്കിലും ഇത് മനുഷ്യരെ ഇത്തരത്തിൽ ആക്രമിക്കാറില്ല. അതുകൊണ്ടാണ് ചിലർ ഇതിനെ വളർത്തുമൃഗമായി വളർത്തുന്നത്. മാന്റിസ് ഷ്രിംപ്. തൻ്റെ ശക്തമായ ഇടുക്കുകൾ കൊണ്ട് ഒരു അക്വേറിയത്തിന്റെ ഗ്ലാസ് വരെ തകർക്കാൻ പ്രകടനശേഷിയുള്ള ഒരു ചെമ്മീനാണ് മാന്റിസ് ഷ്രിംപ്. ഇതൊരു കടൽ ജീവിയാണ്. പ്രകൃതി ഇതിനെ ഹൾക്ക് ജീവിയെ പോലെ ഒരു സൂപ്പർ പവർ നൽകിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇത് തൻ്റെ ശക്തമായ ഇടുക്കുകൾ ഉപയോഗിച്ച് കഠിനമേറിയ തൊണ്ടുകളുള്ള മറ്റു കടൽ ജീവികളുടെ പുറംതൊണ്ടുകൾ വളരെ എളുപ്പത്തിൽ തകർത്ത് കളയുന്നു. നാം ഒരാളെ പഞ്ച് ചെയ്യുന്നത് പോലെ വളരെ വേഗത്തിൽ ഇടുക്കുകൾ കൊണ്ടടിച്ച് ശക്തമായ പ്രഹരമേൽപ്പിക്കാൻ ഇതിന് സാധിക്കും. ഇത്തരം ചെമ്മീനുകളെ ഇൻഡോ പസഫിക് സമുദ്രങ്ങളിലെ പവിഴപ്പുറ്റുകൾക്കിടയിൽ കൂടുതലായി കാണാൻ സാധിക്കും. ഒക്ടോബസ്. ഒരു ഒക്ടോബസിനെ സംബന്ധിച്ചിടത്തോളം അതിന് സ്രാവുകൾ, മെറൈൻ ഈലുകൾ, ഡോൾഫിനുകൾ, കടൽ സിംഹങ്ങൾ, മനുഷ്യർ എന്നിങ്ങനെ നിരവധി ശത്രുക്കളുണ്ട്. ഇത്രയും ശത്രുക്കളെ അതിജീവിച്ച് ജീവിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ടാണ് പ്രകൃതി ഒക്ടോബസിന് അത്ഭുതകരമായ ഒരു സൂപ്പർ പവർ നൽകിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, തൻ്റെ ശരീരത്തിന്റെ നിറം ചുറ്റുപാടുകൾക്കനുസരിച്ച് മാറ്റാനുള്ള അതിശയകരമായ കഴിവാണ്. ഒക്ടോബസിന്റെ ചർമ്മത്തിന് ചുവപ്പ്, മഞ്ഞ, കറുപ്പ്, വെള്ള, നീല, പച്ച, പിങ്ക്, ബ്രൗൺ, ഓറഞ്ച് എന്നിങ്ങനെ പല നിറങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. താൻ ഒളിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ സ്വഭാവം മനസ്സിലാക്കി 1-2 സെക്കൻഡുകൾക്കുള്ളിൽ ആ സ്ഥലത്തിന് അനുയോജ്യമായി നിറം മാറ്റാൻ ഇതിന് സാധിക്കും. ചിലതരം ഒക്ടോബസുകൾ തങ്ങളുടെ രൂപം പോലും മാറ്റാൻ കഴിയും. മിമിക്സ് ഒക്ടോബസ് എന്ന് വിളിക്കപ്പെടുന്ന ഒക്ടോബസിനെ തൻ്റെ കൈകൾ കൃത്യമായ രീതിയിൽ മടക്കി ഒരു കടൽ പാമ്പിനെ പോലെയോ അല്ലെങ്കിൽ ലയൺ ഫിഷിനെ പോലെയോ കാണിച്ച് ശത്രുക്കളെ ഭയപ്പെടുത്തി ഓടിക്കാൻ കഴിയും. നിറം മാറുന്നതിന് പുറമെ ഇവയുടെ പക്കൽ സ്വയം രക്ഷയ്ക്കായി ഒരു തരം മഷിയുമുണ്ട്. വേട്ടമൃഗങ്ങൾ വളരെ അടുത്തേക്ക് വരുമ്പോൾ ഇത് അവരുടെ മുഖത്തേക്ക് മഷി തളിച്ച് ആ സ്ഥലത്തു നിന്നും മായം പോലെ മറഞ്ഞു പോകാൻ സഹായിക്കുന്നു. പോർക്കുപൈൻ. പോർക്കുപൈൻ എന്ന് പറയുന്ന മുള്ളൻ പന്നികൾ റോണ്ടന്റ്, അതായത് തുരന്ന് തിന്നുന്ന ജീവികളുടെ വർഗത്തിൽ പെട്ടതാണ്. അതായത് എലികൾ, അണ്ണാനുകൾ എന്നിവയെ പോലെ വളരെ ശാന്തമായ മൃഗങ്ങളുടെ കുടുംബത്തിൽ പെട്ടതാണ്. എന്നാൽ മറ്റു കുറച്ച് തിന്നുന്ന ജീവികളെ പോലെയല്ലാതെ മുള്ളൻ പന്നികൾക്ക് സിംഹം പോലെയുള്ള വലിയ വേട്ടമൃഗങ്ങളെപ്പോലും വളരെ നിസ്സാരമായി നേരിടാൻ കഴിയും.
അതിനായി പ്രകൃതി നൽകിയ ആയുധമാണ് ഈ മുള്ളുകൾ. മുള്ളൻ പന്നിയുടെ ശരീരം ആയിരക്കണക്കിന് മുള്ളുകളാൽ നിറഞ്ഞതാണ്. ഭൂരിഭാഗ സമയത്തും ശരീരത്തോട് ചേർന്നിരിക്കുന്ന ഈ മുള്ളുകൾ ഏതെങ്കിലും ഒരു മൃഗം അതിനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ സ്റ്റഡിയായി നേരെ നിർത്തുന്നത് പോലെ മുള്ളൻ പന്നിക്ക് നിയന്ത്രിക്കാൻ കഴിയും. ശത്രു വളരെ അടുത്ത് വരുമ്പോൾ തൻ്റെ പിൻഭാഗം ശത്രുവിൻ്റെ മുഖത്തിന് നേരെയാക്കി ശരിയായി ശത്രുവിൻ്റെ മുഖത്ത് തന്നെ ആക്രമിക്കും. ഈ മുള്ളുകളാൽ കുത്തേറ്റാൽ അത് കടുത്ത വേദന ഉണ്ടാക്കുന്നതിനോടൊപ്പം മുള്ളുകൾ മുള്ളൻ പന്നിയുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന വേട്ടമൃഗത്തിൻ്റെ മുഖം മുഴുവൻ കുത്തി നിൽക്കും. ഇത് എടുത്തു മാറ്റാൻ ആ മൃഗത്തിന് ചില ദിവസങ്ങൾ എടുക്കും. ഇതൊരു ഭീകരമായ ആയുധമാണെങ്കിലും കടുത്ത വിഷപ്പുള്ള ചില മൃഗങ്ങൾ കുത്തേറ്റാലും കുഴപ്പമില്ല എന്ന് കരുതി ആ വേദനയും സഹിച്ചുകൊണ്ട് ഇതിനെ കൊന്നു തിന്നും. ഓക്കെ ഫ്രണ്ട്സ്, ഇതോടെ ഈ വീഡിയോ കഴിയുകയാണ്. ഈ ലിസ്റ്റിൽ വന്ന ഏതെങ്കിലും ജീവിയെ നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റിൽ പറയുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ദി അക്ബർ ടോക്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള ഒരു ഉഗ്രൻ വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് ഈസ് അക്ബർ സൈനിങ് ഓഫ് ഫ്രം ദി അക്ബർ ടോക്സ്.